എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ജൂൺ 15-ാം തീയതി തിങ്കളാഴ്ച കല്യാണം നടന്ന ആ ഒരു കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 15-ാം തീയതി കഴിഞ്ഞ് ചൊവ്വാഴ്ച 16-ാം തീയതി രാവിലെയാണ്. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം ഇന്നത്തെ ദിവസം മോളുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു. സാധാരണ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോവുക. പക്ഷേ മോളുടെ പപ്പ 20-ാം തീയതി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് പോകുന്നുള്ള ചടങ്ങുകളൊക്കെ എത്രയും പെട്ടെന്ന് അങ്ങ് തീർത്തതാണ്. അപ്പോൾ അങ്ങനെ പോയി അതിന് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം പിറ്റേ ദിവസം ബുധനാഴ്ച രാത്രിയായപ്പോൾ മോളുടെ അലമാരി ഇവിടെ കടയിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത് കേട്ടോ. കാരണം ഇത് അവരുടെ വീട്ടിലേക്ക് കയറ്റുക, പിന്നെ അവിടെ നിന്ന് ഇറക്കുക ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരെ നമ്മളുടെ വീട്ടിലേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബുധനാഴ്ച എന്നുള്ളൊരു ദിവസം മോളും മോനും അവിടെ ആയിരുന്നു. പിന്നെ വ്യാഴാഴ്ചത്തെ ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. വ്യാഴാഴ്ച ഞങ്ങൾ അങ്ങോട്ട് പോകാൻ മോളെയും മോനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ്. അന്ന് രാവിലെ അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും ഒന്ന് പൂവൊക്കെ ഒന്ന് മാറ്റി അത് എടുക്കാനായിട്ട് അവർ വരുമ്പോൾ അവർ സ്റ്റാൻഡെല്ലാം റെഡിയാക്കി പുറത്തേക്ക് വെച്ചേക്കാം എന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താണ് കേട്ടോ. അതുമേലൊരു നെറ്റെല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് അതൊക്കെ ഒന്ന് മടക്കിയൊക്കെ എടുത്തൊക്കെ വെച്ച് അതൊക്കെ അവർക്ക് കൊടുത്തു വിടാനുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ വൈകുന്നേരം വരുള്ളൂ, ഒരു ചായ കൂടി മാത്രം മതി, കൂടുതൽ ഫുഡുകളൊന്നും വെക്കരുത്, കാരണം നമ്മൾക്കൊന്നും കഴിക്കാനും പറ്റില്ല. ഈ കല്യാണത്തിൻ്റെ ബന്ധപ്പെട്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മടുത്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഫുഡ് ഉണ്ടാക്കി അല്ലെങ്കിൽ വാങ്ങിച്ച് ഓർഡർ ചെയ്തൊക്കെ വെച്ചിട്ട് ഇനി ബുദ്ധിമുട്ടരുത്, അതുകൊണ്ട് ചായ മാത്രം മതി, ഞങ്ങൾ വൈകുന്നേരം വരുള്ളൂ, വൈകുന്നേരം മോളെ മോനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരും, കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യരുത്, പണം മുടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ദിവസം അപ്പോൾ ഉച്ചയ്ക്ക് ഏതായാലും ഞാനും പപ്പയും വീട്ടിൽ തന്നെയാണ് ഊണ് കഴിക്കുന്നത്, കാരണം നമ്മൾ അവിടെ വൈകുന്നേരം എത്താമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചപ്പാത്തിയൊക്കെ ഇരുന്ന് വെച്ചതൊക്കെ ഒന്ന് ചുട്ടെടുക്കണേ കേട്ടോ. നമുക്ക് കുറച്ച് കറികൾ അതും ഇതൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ചേർത്തിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് ചില സാധനങ്ങളൊക്കെ ഒന്ന് അത്യാവശ്യം വേണ്ടതൊക്കെ ചൂടാക്കിയൊക്കെ എടുത്ത് ഇത്തിരി കഞ്ഞി മാത്രം വെച്ച് പപ്പയ്ക്ക് ഉപ്പിട്ട് കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വയറ് കുറച്ച് അപ്സെറ്റാണ്, അതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല, ഈ ചപ്പാത്തി ഉണ്ടാക്കി ഒരു കഞ്ഞി വെച്ച്. അപ്പം നമ്മളുടെ റൂബി കൊച്ചിനെ കൂടെ കൊണ്ടു ചെല്ലണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൂബി കൊച്ചിനെ അവിടെ കൊണ്ടുപോകുന്നത് റൂബി കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് റൂബി കൊച്ചിനെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആക്കിയിട്ട് കൊണ്ടുപോകാം, അങ്ങനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി കൊണ്ടുപോകാം. അങ്ങനെ റൂബി കൊച്ചിനെ കുളിപ്പിച്ച് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു മൂടിക്കെട്ടി നിൽക്കണതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇനി കൊണ്ടുപോയി നിർത്തി ഉണക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഡ്രയർ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഉണക്കി ഇനി അവളുടെ രോമമൊക്കെ ഒന്ന് കൊഴിഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് ചീവി കളഞ്ഞ് ഇത്തിരി പൗഡറൊക്കെ ഇട്ട് ഒന്ന് സുന്ദരിയാക്കണം. പിന്നെ അവൾ നഖം ഞാൻ വെട്ടിയിട്ടില്ല, നഖം വെട്ടാൻ ഞാൻ കുറേ പരിശ്രമിച്ചെങ്കിലും അവൾ നിന്നില്ല. കാരണം ഇനിയിപ്പോൾ റയന റോജർ ആരെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇങ്ങനെ ഫോട്ടോസ് കാണിച്ചതിൽ മോള് വൈറ്റ് ഗൗൺ ഇട്ടിട്ട് തന്നെയുള്ള വീട്ടിലേക്ക് കയറിയത്, മറ്റേ മന്ത്രകോടി എന്താ ഉടുപ്പിക്കാഞ്ഞത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും മന്ത്രകോടി ഉടുപ്പിച്ച് തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ഇത് ഹോളുണ്ടല്ലോ, പള്ളിയുടെ ഹോള് ഭയങ്കര ചെറിയ ഹോളായതുകൊണ്ട് തന്നെ അവിടെ റൂമില്ല, മാറാനുള്ള റൂമില്ല, ഉടുപ്പ് മാറാനുള്ള റൂമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചിങ് റൂം ഇല്ലാത്തത് കൊണ്ട് തന്നെയും നമ്മൾ പുറത്തെവിടെയെങ്കിലും റൂം റെൻറ്റിനെടുത്തിട്ട് അവിടെ പോയി നമ്മൾ ബ്യൂട്ടീഷ്യനെയൊക്കെ കൊണ്ടുപോയി അവിടെ നിന്നിട്ട് എല്ലാം മാറ്റി മന്ത്രകോടിയിട്ട് ആഭരണങ്ങൾ ഇട്ടിട്ടൊക്കെ വേണം പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ സമയം വീണ്ടും അങ്ങോട്ട് പോകും, കാരണം കുറച്ച് മാറിയിട്ടാണ് ഹോം സ്റ്റേകളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കിയതാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൗൺ എന്ന് പറയുന്നത് കുറച്ച് നേരം മാത്രമേ ഇടാനുള്ളൊരു അവസരം മണവാട്ടികൾക്ക് സാധാരണ കിട്ടാറുള്ളൂ. പക്ഷേ ഈ മന്ത്രകോടി എന്ന് പറഞ്ഞത് നമുക്ക് പല പല അവസരങ്ങളിൽ ഉടുക്കാനുള്ള ചാൻസ് ഉള്ള ഒരു സാരിയാണത്. പക്ഷേ ഈ ഗൗൺ എന്ന് പറയുമ്പോൾ അതിട്ട് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അഴിച്ചു മാറ്റിയിട്ട് ഈ മന്ത്രകോടി ഉടുപ്പിച്ചിട്ടാണ് പിന്നെ ആ ഒരു കല്യാണത്തിൻ്റെ പകുതി ദിവസം അങ്ങനെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച മന്ത്രകോടി ഇനി ഉടുക്കാനില്ല, സാരമില്ല, ഈ ഗൗൺ തന്നെ ഇടട്ടെ എന്ന് ഉള്ള ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ പിറ്റേന്ന് മോളും മന്ത്രകോടിയൊക്കെ കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ റൂബി കുഞ്ഞിൻ്റെ ബ്രഷ് പുതിയത് മേടിച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു എളുപ്പമാണ് ഇങ്ങനെ രോമം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അതിലിരിക്കും, വീണ്ടും നമ്മൾ തള്ളുമ്പോൾ അത് വീണ്ടും പുറത്തേക്ക് വരും, അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഇത്തിരി കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 14,000 രൂപ അത് റിപ്പയറിങ്ങിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നല്ലത് പുതിയത് എടുക്കണതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ പുതിയതെടുത്ത്. അപ്പോൾ നമ്മളുടെ പഴയ മെഷീൻ രണ്ടെണ്ണവും നമ്മളുടെ ഫ്രണ്ട് ലോഡായിരുന്നു. അത് 6.5 കിലോ ആയിരുന്നു അതിൻ്റെ കപ്പാസിറ്റി. ഇതിപ്പോൾ നമ്മൾ ഇത്തവണ ടോപ്പ് ലോഡ് എടുക്കാനായിട്ട് ഞാൻ റിച്ചാർഡ് എടുത്ത് ഇങ്ങനെ ഇത്തവണ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാം റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോപ്പ് ലോഡ് എടുത്ത്. പപ്പയ്ക്ക് എപ്പോഴും ഫ്രണ്ട് ലോഡ് നിർബന്ധമാണ്. പക്ഷേ ഇത്തവണ ഞങ്ങൾ പറഞ്ഞ് സാരില്ല, ഒന്ന് ടോപ്പ് ലോഡ് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ടോപ്പ് ലോഡ് എടുത്ത് 9 kgയാണ് എടുത്തേക്കുന്നത് കപ്പാസിറ്റി. അപ്പോൾ അങ്ങനെ ഏതായാലും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നാട്ടാ. അപ്പോൾ ഇല്ലേ ഇത് സാറ്റിനെയും റിച്ചാർഡും ആ സമയത്ത് വീട്ടിലേക്കൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ചൊവ്വാഴ്ച പോയെങ്കിലും ബുധനാഴ്ച അലമാരി കൊണ്ടുവരുന്ന സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം അലമാരി പൊക്കി കയറ്റാൻ ഒത്തിരി ആളുകളെ വേണമായിരുന്നു. അപ്പോൾ റിച്ചാർഡും സാറ്റിയുടെ പപ്പയും ബ്രദറും ഫ്രണ്ട്സും എല്ലാവരും കൂടി വന്നിട്ടാണ് അലമാരി പൊക്കി മുകളിൽ കയറ്റിയത്. അത് വലിയ ടാസ്ക്കായിരുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ അലമാരി കസ്റ്റമൈസ് ചെയ്ത് കിട്ടിയില്ല. കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ 2 പീസായിട്ടുള്ള ഒരു അലമാരിയാണ് പറഞ്ഞത്. അപ്പോൾ 2 പീസായിട്ട് മുകളിൽ ചെന്നിട്ട് അതിനെ ജോയിൻ ചെയ്യാൻ. പക്ഷെ അങ്ങനെ ഒന്നും ആയിരുന്നില്ല വന്നത്. ഒറ്റ അലമാരിയായിട്ട് തന്നെ വന്ന് എന്തോ ആ പുള്ളിക്ക് എന്തോ ഒരു മറവി സംഭവിച്ച്. അങ്ങനെ അതൊരു കണക്കിനാണ് രാത്രി എല്ലാവരും കൂടി മുകളിൽ കയറ്റിയിട്ട് ഇവരെല്ലാവരും തിരിച്ചു പോയിട്ട് പിറ്റേ ദിവസം അവർ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെയാണ് കുട്ടികളെയും കൊണ്ട് നമുക്ക് കൊണ്ടുവരാനുള്ളത്. എങ്കിലും അവർ ഇതിൽ കൂടി പാസ് ചെയ്താൽ ഉടനെ വീട്ടിൽ കയറിയിട്ട് പോവുള്ളൂ. ഇപ്പോൾ പണ്ടത്തെ സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പണ്ടത്തെ കസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ തിരിച്ച് വീട്ടിൽ വരാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പെട്ടിയുടുപ്പ് അങ്ങനെയുള്ള പരിപാടികൾ വരുമ്പോൾ മാത്രമേ കൂടെ പെണ്ണ് വീട്ടിലേക്ക് വരാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെയാണല്ലോ. ഇപ്പം അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഏത് സമയത്തും വരാം പോകാം അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾക്കും ഒരു പ്രശ്നമല്ല. അപ്പോൾ കുട്ടികൾ ഇതിൽ കൂടി പോകുമ്പോൾ അങ്ങനെ വന്നൊന്ന് കയറി. അപ്പോൾ ഏതായാലും മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾ വന്നിട്ട് അവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മമ്മി വാഷ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഈ മെഷീൻ കൊണ്ടുവന്ന് വെച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് തിരക്കായതുകൊണ്ട് അങ്ങനെ ആളെ വരുത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണെങ്കിലും നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഉച്ചക്ക് മുമ്പേ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾ അങ്ങോട്ട് പോയ പുറകെ ഞാൻ തുണികൾ കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളുടെ വീട്ടിൽ മെഷീൻ ഇപ്പം ഇല്ലാത്തതുകൊണ്ടും നമുക്ക് അലക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഒരുപാട് തുണികൾ വന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു 2 വാഷിങ്ങിന് ഇട്ട് നാളെ ഒരു 2 വാഷിങ്ങിന് ഇട്ട് അങ്ങനെ ഒരു 6 വാഷിംഗ് കൊണ്ട് നമ്മുടെ കൂട്ടിയിട്ടേക്കണ തുണികൾ വാഷ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് 9 കിലോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത്. വെള്ളം ഒത്തിരി വേണം. 2 വാഷിംഗ് കഴിഞ്ഞപ്പോൾ തന്നെയും നമ്മുടെ ടാങ്ക് കാലിയായിപ്പോയി. നമ്മൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിച്ചിടത്തോളം കാലം ഡിറ്റർജൻറ്റും കുറവ് മതി, വെള്ളവും വളരെ കുറവ് മതി കേട്ടോ. എത്ര 2-3 വർഷം കഴിഞ്ഞാലും ടാങ്കിലെ വെള്ളം പകുതിയായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ ആയിരുന്നു. വളരെ വെള്ളം കുറവ് മതി. പക്ഷേ ഇതിന് ഒരുപാട് വെള്ളം വേണം. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ലെവൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ, വാട്ടർ ലെവലേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഹാഫ് മതിയെങ്കിൽ ഹാഫാക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളം അത്രയും ആകുള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ നമ്മൾ ഈ കംഫർട്ടൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള ഒരു ട്രേ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൂടി ചേർന്നാണ് കഴുകണത്. ഏറ്റവും അവസാനമല്ല അത് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ലോഡാണെന്നുണ്ടെങ്കിൽ ട്രേയിൽ 3 സെക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഓരോ സമയം കറക്റ്റായിട്ടാണ് അതിന് ഡോർ ഓപ്പൺ ആകുള്ളൂ. അപ്പോഴേ അതിനകത്തുനിന്ന് ഈ സംഭവം മെഷീൻ്റെ അകത്തേക്ക് കയറുള്ളൂ. ഇതങ്ങനെയല്ല, എല്ലാം കൂടി ഒന്നിച്ച് തന്നെ ആയിരിക്കുള്ളൂ പോകുന്നത്. അപ്പോൾ നമ്മൾ കംഫർട്ട് ഇട്ടുകൊണ്ട് യാതൊരു ഉപകാരമില്ല. അത് ഏറ്റവും അവസരം തന്നെ ഇടണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നി ഫ്രണ്ട് ലോഡ് എടുത്തു കഴിഞ്ഞപ്പോൾ. സാരമില്ല, ഏതായാലും റിച്ചാർഡ് പറഞ്ഞ പോലെ 2-3 വർഷം നോക്കാൻ വന്നിട്ട് പറ്റില്ലെങ്കിൽ നമുക്ക് വേറെ ഫ്രണ്ട് ലോഡ് മാറ്റാം എന്നൊക്കെ, ഫ്രണ്ട് ലോഡിലേക്ക് തന്നെ മാറാം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. അപ്പോൾ LGയുടെ ഈ ഒരു സാധനം എടുത്തേക്കണതേ. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കുക ഏത് എടുത്തേക്കണം, അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വാറൻറ്റി കാര്യങ്ങളൊക്കെ എത്രയോ 10 കൊല്ലം അതിൻ്റെ മോട്ടറിന് വാറൻറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും കൂടി, പിന്നെ ഇതിനധികം കംപ്ലൈൻറ്റ് വരുന്നില്ല എന്നുള്ള റിവ്യൂ ഉള്ളതുകൊണ്ടൊക്കെയാണ് നമ്മളത് എടുത്തത്. നോക്കാം. അപ്പോൾ ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് കംഫർട്ട് ഓർഡർ ചെയ്തതാണ് ഇതിൽ ഇടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് വേറെ ചില സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ മേടിച്ചതാണ്. അങ്ങനെ 1-2 വാഷിങ്ങിൻ്റെ തുണികളൊക്കെ ഒന്ന് വിരിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും പപ്പയും കൂടിയിട്ട് ഏതായാലും മോക്കടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി.
ഒരു 4:30 മണിക്ക് തന്നെ ചെല്ലണേ, കൂടുതൽ നേരം ആക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞാനും റൂബി മുമ്പിൽ കയറി. അപ്പോൾ മോളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മി ഞാൻ സാരിയല്ലേ ഉടുക്കണത്, മറ്റേ വിരിപ്പാവ് സാരിയല്ലേ ഉടുക്കണത്, അപ്പോൾ മമ്മിയും സാരി ഉടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ ഞാൻ പറഞ്ഞ് ഞാൻ സാരി ഉടുത്ത് വന്നു കഴിഞ്ഞാൽ കാറിൽ നിന്ന് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ റൂബി ആയിരിക്കുള്ള ആ സാരി ഉടുത്തേക്കണത്. ആ ഒരു അവസ്ഥയിൽ അവൾ എന്നെ ചവിട്ടി കൂട്ടും. അപ്പോൾ അത് എനിക്കും സാരി ഉടുത്ത് വലിയ ഒരു പരിചയം കുറവ് കൊണ്ട് തന്നെ എനിക്കത് പറ്റാതെ വരും, മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ചുരിദാർ എന്നെ ഉടുത്തിട്ട് പോയിട്ടാ. അങ്ങനെ മോക്കയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒത്തിരി ബന്ധുക്കളുണ്ടായിരുന്നു കേട്ടോ. ഒരു കല്യാണ വീട് പോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രി വീട്ടിലേക്ക് അപ്പോൾ വന്ന് കഴിഞ്ഞ് പിന്നെ സാരിയെല്ലാം മാറി റിച്ചാർഡ് മോളും കൂടിയിട്ട് ഓരോ വിരുന്നിനായിട്ട് ഓരോ വീട്ടിലേക്ക്, അപ്പോൾ കുറേയധികം വീടുകളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്നും ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് രാത്രി ഇറങ്ങണേന് കേട്ടോ. ഒരു 8-8:30 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം ഇനി ഏറ്റവും സന്തോഷമുള്ള, നിങ്ങൾക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്, നമ്മളുടെ റൂബി കുഞ്ഞിനെ മോളെ ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കണേണ്. ഇതുവരെ ആരോടും കാണിക്കാത്ത സ്നേഹമാണ് റൂബി കുഞ്ഞ് കാണിക്കണത്. ഇതിപ്പോൾ കണ്ടില്ലേ, ഭയങ്കര സ്നേഹമാണ്. മോൾക്ക് ഡോഗിനെ കുറച്ച് പേടിയൊക്കെയാണ്, എങ്കിൽ തന്നെയും റൂബിനെയുമായിട്ടും അവൾക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആയിക്കഴിഞ്ഞ് ഈ ഒരു 2 ദിവസം കൊണ്ട് തന്നെ. റൂബിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ പിന്നാലെ നടക്കുന്ന പോലെയാണ് മോളെ കണ്ടു കഴിഞ്ഞാൽ മോക്കടെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്കും വളരെ ഒരു സന്തോഷം തോന്നി കേട്ടോ. റൂബി ഒരിക്കലും ഒരാളുടെ അടുത്ത് ഇത്ര പെട്ടെന്ന് അടുക്കാറില്ല. എത്ര തവണ കണ്ടാലും അവൾ കുരക്കും, അങ്ങനെയാണ് ഇപ്പോഴും കുരച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മോളെ കണ്ടിട്ട് ഇതുവരെ ഒരു കുര പോലും കുരച്ചിട്ടില്ല. എപ്പോഴും ഇങ്ങനെ വന്നിട്ട് സ്റ്റെപ്പിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കി നിൽക്കും മുകളിലേക്ക്, അവർ മുകളിൽ നിന്ന് വരും താഴത്തോട്ടെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ അടച്ചകത്തേക്ക് കയറ്റിയതാണ് അവർ കാർ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവൾ ഓടി അകത്തേക്ക് പോകില്ലേ. അപ്പോൾ നമ്മുടെ പപ്പ കാണുന്നുണ്ടെങ്കിൽ ഇത്തിരി വയറിനൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കണതുകൊണ്ട് ഞങ്ങൾ ഉച്ചക്കും രാത്രിയൊക്കെ കഞ്ഞിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോക്കടെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ഒരുപാട് ഫുഡായിരുന്നു കേട്ടോ. ചായ കുടിയെന്ന് പറഞ്ഞിട്ട് അവർ ചായ ഉണ്ടായിരുന്നു, പക്ഷേ കുറേ ഫുഡായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ കഴിച്ചെന്ന് വരുത്തിയിട്ട് പോകുന്നു. കാരണം പപ്പക്കൊട്ടും വയറിന്, എനിക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ മടുത്തിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ മോൾ വന്നപ്പോഴത്തേക്കും കുറേ സ്വീറ്റ്സ് ആയിട്ട് വന്നതാണ് കേട്ടോ. ആ സ്വീറ്റ്സ്, പിന്നെ ഈ മിക്സ്ചർ, അങ്ങനെ കുറേ സാധനങ്ങളായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അലമാരി നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഉടുപ്പുകൾ മാത്രമാണ് ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുവരാനുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാനും പപ്പയും കാറിൽ തന്നെ, നമ്മുടെ കാറിൽ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അവർ ആ കാറിൽ ഉടുപ്പുകളെല്ലാം കയറ്റിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെയാണ് കേട്ടോ, വെള്ളിയാഴ്ച രാവിലെ ഇവർ കുളിച്ചിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ റൂബി ഓടിപ്പോയത് കണ്ട. റൂബി ഇത് നോക്കി നിൽക്കണേരുന്ന്, ആളിങ്ങോട്ട് വരണില്ലല്ല എന്ന്. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത്, മമ്മി എന്നെ ഇപ്പോൾ അവൾ തിരിഞ്ഞേ നോക്കണില്ല, അവൾ ചേച്ചിയുടെ പിന്നാലെ നടക്കണേണ്. ഭയങ്കര സന്തോഷം, ഇപ്പം നിങ്ങൾക്ക് കാണാമല്ല. റൂബിക്ക് ഭയങ്കര സന്തോഷം, ഇങ്ങനെ വാല് ആട്ടി പുറകെ നടക്കണേണ്. മോളെങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് റൂബി പോകും വേഗം. അതായത് എൻ്റെ പുറകെ നടക്കുന്ന പോലെ. അവൾക്ക് എൻ്റെ പുറകെ നടക്കാത്തതിൽ എന്തോ ഒരു സങ്കടം അവൾക്കുണ്ട്. പക്ഷേ അന്നേ മോളെ വിട്ട് പോരാനും തോന്നണില്ല. അങ്ങനെ ചില സമയത്ത് ഞാൻ ചെന്നിട്ട് ഇങ്ങനെ നോക്കും അവളായിട്ട്, അവൾ എന്താ ചെയ്യണത്. അപ്പോൾ അവൾ മോക്കടെ അടുത്ത് നിന്ന് ഓടി ഇങ്ങോട്ട് വരുമോ എൻ്റെ അടുത്തേക്ക് കേട്ടോ. അതായത് അവൾക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്ന ഒരു പോലെ, അയ്യോ എൻ്റെ മമ്മീൻ്റെ അടുത്തായിരുന്നല്ല ഞാൻ ഇത്രയും നേരം ഉണ്ടായിരുന്നത്, ഇപ്പം ചേച്ചിയുടെ അടുത്തായി പോയല്ല. അന്ന് അവൾക്ക് ചേച്ചിനെ വിടാനും പറ്റില്ല, മമ്മീനെയും വിടാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതാണ് എനിക്ക് അവളുടെ മനസ്സ് എനിക്ക് തോന്നണത്. ഇപ്പോൾ അവൾക്ക് അങ്ങനെയാണെന്നാണ് തോന്നണത്. അപ്പോൾ റിച്ചാർഡ് നടന്നിട്ടെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന് കേട്ടോ, അവളെ കളിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതേ മോള് ഫുഡ് കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതേ നോക്കി റൂബി വന്നിട്ട് ഇത് സാറ്റിനയുടെ ചോട്ടിൽ തന്നെ വന്നിരിക്കണേന്. സാറ്റിന് എങ്ങോട്ട് പോകുന്നു അവിടെ വന്നിരിക്കണേ. അപ്പോൾ റിച്ചാർഡാണെങ്കിൽ പുട്ടുമ്പോഴും മമ്മി എനിക്ക് വാരി തന്നെ ഒന്നും പറഞ്ഞിട്ട് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കണേന്. കല്യാണത്തിൻ്റെ അന്ന് രാവിലെ കെട്ടാനിറങ്ങുമ്പോൾ പുട്ടുമ്പോഴും വാരി തന്നെ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം എനിക്ക് ആ സമയത്ത് തിരക്കായി പോകുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പുട്ടുമ്പോഴൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിനവൻ അന്ന് എൻ്റെ അടുത്ത് മിണ്ടാതെ കുറേ നേരം ഇരുന്ന്, എനിക്ക് മമ്മി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ പുട്ടുമ്പോഴും ആക്കി തരുമെന്ന്. ഞാൻ പറഞ്ഞിട ഈ നേരത്തെ ആക്കാൻ പറ്റില്ല, എല്ലാവരും തിരക്കാണ്. പിന്നെ ആണെങ്കിൽ ഞാനും ബ്യൂട്ടി പാർലറിൽ നിന്നോടൊപ്പം തന്നെ ഇറങ്ങാൻ നിൽക്കണേന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല. ഇനി എന്താണ്, നീ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിനക്ക് ഞാൻ വാരിത്തരാല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്നു. ആ ഒരു ദേഷ്യം ഇന്ന് ഞാൻ മാറ്റിയിട്ടുണ്ട്, പുട്ടുമ്പോഴൊക്കെ വാരിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ കല്യാണത്തിന് മുൻപ് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ സാറ്റിന് വന്നു കഴിയുമ്പോൾ സാറ്റിന് നിനക്ക് വാരിത്തരും, കാരണം ഞാൻ പപ്പക്ക് വാരി കൊടുക്കുമായിരുന്നു, അപ്പോൾ സാറ്റിന് നിനക്ക് വാരിത്തരും എന്ന് പറയുമ്പോൾ അവൻ പറയണത്, മമ്മി എനിക്ക്
മമ്മി തന്നെ വാരി തന്നെ കൂടെ സാറ്റിനൊക്കെ കൂടി വാരി കൊടുക്കണമെന്നാണ് അവൻ്റെ ആവശ്യം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാൾ വാരിത്തരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ വാരി കഴിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ആ മോൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാരി കൊടുക്കുമ്പോൾ ആ മോൾക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയിൽ ആകരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അത് അവളുടെ ഇഷ്ടമാണത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരാളും വാരിത്തരാൻ ഇഷ്ടമല്ല. അതുപോലെ ആണെങ്കിലോ അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, അത് വേണമെങ്കിൽ നിനക്ക് ഞാൻ വാരിത്തരാം. മോളുടെ കാര്യം, അപ്പം മോളുടെ മമ്മിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോള് ചെറുപ്പം മുതലേ ഒറ്റയ്ക്കേ വാരി കഴിക്കുള്ളൂ, ആരും എനിക്ക് വാരി തരണ്ട, ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് വാരി കഴിക്കുന്ന കുഞ്ഞായിരുന്നു സാറ്റിനെ എന്ന് മമ്മിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വാരി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും വാരിത്തരാൻ ഇഷ്ടമല്ല. ഇവിടെ റയനും റോജറും ഒക്കെ എനിക്ക് വാരിത്തരാൻ ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ പറയും, മമ്മി അങ്ങ് വാരിത്തരും മമ്മിക്ക്. പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമല്ല. എങ്കിൽ പോലും റയൻ നിർബന്ധമായി എനിക്ക് ചോറൊക്കെ വാരിത്തരും കേട്ടോ. അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ പ്രകടനങ്ങൾ, ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ഇവന് ഞാൻ പുട്ട് വാരി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുട്ടാണ് ഉണ്ടാക്കിയത് അവൻ്റെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് മുഖം കാണുമ്പോഴേ ചിരി തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത് തെളിവാകണം. കാരണം കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിനിടയിൽ നീ പറയും, മമ്മി എനിക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വാരി തന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാലൊരു തെളിവ് കാണിക്കണ്ടേ, അതിനുവേണ്ടി മാത്രം ഞാനിത് എടുക്കുന്നതാണെന്ന് പറഞ്ഞ് അങ്ങനെ തമാശ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം വേറെ എവിടെ നിന്നൊക്കെയാണ് ഇവർ കഴിക്കുന്നത്. കാരണം കുറേ റിലേറ്റീവ്സൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാജി കുറച്ച് മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ മീനൊന്ന് വെട്ടിയെടുത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ മീനിനെ പോയി നോക്കി. അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ പോകാൻ പോകുന്നതാണ്, വേറെ സ്ഥലങ്ങളിലൊക്കെ ക്ഷണമുണ്ട്, പിന്നെ എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഡാഡി പോകുന്നതാണല്ലോ, അപ്പോൾ പപ്പ പോകുന്നതാണല്ലോ മോളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ആ ദിവസങ്ങളിൽ അവിടെ തന്നെ വേണം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവർ ഒരുങ്ങുന്നുണ്ട് മുകളിൽ. താഴേക്ക് ഇറങ്ങിയപ്പോൾ റൂബി ഇങ്ങനെ നോക്കി നിൽക്കണേണ്, ഇവർ വരണില്ലല്ല. അപ്പോൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊട്ടിയിട്ടിട്ട് ബാഗ് തിരിച്ച് കൊണ്ടുപോകണേ. കാരണം ആ ബാഗ് പപ്പയുടെ ബാഗാണ്, പപ്പക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബാഗൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ബാഗ് കാലിയാക്കി എടുത്ത് കൊണ്ടുപോകണേ കേട്ടോ അവർ. അപ്പോൾ റൂബി കണ്ട മോക്കടെ അടുത്തേക്കാണ് കയറി ചെല്ലണത്. കണ്ട, അതാണ് അവളുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം ഞാൻ പറഞ്ഞത്. മോളുടെ അടുത്തേക്കാണ് കയറി ചെല്ലണത്. റിച്ചാർഡിനെ കണ്ട് അവൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അപ്പം അത് അവൻ പറഞ്ഞു, മമ്മി ഒട്ടും തന്നെ എന്നെ നോക്കണില്ല മമ്മി, ഇപ്പം ഞാൻ മുഖം അടുത്തേക്ക് അവളുടെ ഉമ്മ വെക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ അവൾ മുഖം മാറ്റിക്കളയണേണ് എന്നൊക്കെ പറയണേണ്. അപ്പോൾ മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അനുസരിച്ചിട്ട് പുറകെ നടക്കണേണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോഴും സന്തോഷം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം ഒത്തിരി പേരിങ്ങനെ പേടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്കും വളരെ സന്തോഷം തോന്നുമെന്ന് എനിക്കറിയാം. പിന്നെ നമ്മൾ റിച്ചാർഡ് കല്യാണം നോക്കുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, വരുന്ന കുട്ടിക്ക് ഡോഗുമായിട്ട് തീരെ ചേർച്ചയില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിൽ തന്നെ റൂബിയുടെ സമയം കഴിയണവരെ നിർത്താം. കാരണം മനുഷ്യരോട് പറഞ്ഞാലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആ ഒരു മിണ്ടാപ്രാണിനോട് കാര്യം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നിന്നെ ഇനി വീട്ടിൽ നിർത്താൻ പറ്റില്ല, നിന്നെ ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് വേറൊരാൾക്ക് കൊടുക്കണേണ് എന്നൊക്കെ അതിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? അതിനെ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? പക്ഷേ ഒരു മനുഷ്യൻ്റെ അടുത്ത് നമുക്ക് സംസാരിക്കാം. ഇങ്ങനെ നമുക്കിത് യോജിക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാലം അധികം ഒന്നുമില്ല, ഇനി അധികം ലൈഫൊന്നും റൂബിക്കില്ല, 8 വയസ്സായി കഴിഞ്ഞ്. അപ്പോൾ അതിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്കിവിടെ വന്ന് സമാധാനമായിട്ട് താമസിക്കാം എന്ന് വരെയും ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടി. കാരണം റൂബിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളേതായാലും അവളെ പൊന്നുപോലെ ഇത്രയും നാളും നോക്കി, ഇനിയും അവളുടെ മരണം വരെയും അവൾക്ക് ഇതിൽ നിന്നും ഒരു വ്യത്യാസമില്ലാതെ അവൾ ഇതുപോലെ തന്നെ സന്തോഷിച്ചും മരിക്കണം. അതാണ് നമ്മളുടെ 5 പേരുടെയും ആഗ്രഹം. ഇപ്പോൾ ഏതായാലും സാറ്റിനെയും അതിനോട് ചേർന്ന് സാറ്റിനൊക്കും അവളെ വലിയ ഇഷ്ടമാണ്. പേടിയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഇവളിങ്ങനെ സ്നേഹിച്ച് പുറകെ നടക്കുന്നതുകൊണ്ട് സാറ്റിൻ്റെ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടി നിങ്ങളോട് അറിയിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഏതായാലും ആ തെളിവോട് കൂടി തന്നെ നിങ്ങൾ കണ്ടല്ല, റൂബിയുടെ സ്നേഹം കണ്ടല്ല. അപ്പോൾ അങ്ങനെ റൂബിനെ ഞാൻ എടുത്ത് പിടിച്ചതല്ലേ, നിങ്ങൾ പുറകെ ഓടും. അപ്പോൾ അങ്ങനെ അവർ വീണ്ടും അങ്ങോട്ടേക്ക് പോകണേണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ 11 മണിയോടുകൂടിയാണ് പപ്പക്ക് പോകേണ്ടത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഉച്ചക്ക് 1 മണിയായി, ഭക്ഷണമൊന്നും കഴിക്കണ്ട. കാരണം അവിടെ പോയിട്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ ഉള്ള ക്ഷണം ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോ സ്ഥലത്ത് ഭക്ഷണത്തിനൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പോയത് കേട്ടോ. അങ്ങനെ റൂബിക്ക് പിന്നെ അതിൻ്റെ പുറകെ ഓടാൻ വേണ്ടി കിടന്ന് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കണേനെ. അങ്ങനെ പപ്പ വേഗം ഗേറ്റ് അടച്ച് റൂബി ഓടിച്ചെന്ന് നോക്കണേനെ.
അപ്പം നമ്മളിങ്ങനെ വീഡിയോ ഒന്നും സാധാരണ പോലെ എടുത്ത് വെക്കുന്നില്ല, കുറച്ചായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞ അന്നത്തത് കഴിഞ്ഞിട്ട് പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഇതിപ്പോൾ ശനിയാഴ്ചത്തെ വീഡിയോയും കൂടിയാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തുണി കഴുകൽ, പുറകിലിട്ടിരുന്ന കുറച്ച് തുണിയൊക്കെ എടുത്ത് വെയിൽ കൊള്ളാൻ വേണ്ടി ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നൊക്കെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ ഒരു ടാസ്ക്കായിരുന്നു ഇത് ചവിട്ടികൾ മാറ്റിയതെല്ലാം കഴുകുക. നമ്മളുടെ ഡോർ മാറ്റ്സ് ഇല്ലേ, അതെല്ലാം ഒന്ന് സോക്ക് ചെയ്ത് രാവിലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി, പിന്നെ റൂബിയുടെ ബെഡ് കഴുകാതെ അങ്ങനെ മാറ്റിയിട്ടേക്കണായിരുന്നു പുറത്ത്. റൂബിയുടെ ബെഡെല്ലാം കഴുകി കംഫർട്ടൊക്കെ മുക്കി നല്ല റെഡിയാക്കി. അത് അപ്പുറത്ത് ഞാനിങ്ങനെ ഉണക്കാനായിട്ട് മതിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അതൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ മതിലിൽ കിടന്നിട്ട് വെള്ളമെല്ലാം ഊറിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങിയാൽ മാത്രം മതി. പിന്നെ നിങ്ങൾ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോയിൽ എല്ലാ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കമൻ്റ് ഉള്ളതുകൊണ്ട് ആർക്കും തന്നെ അങ്ങനെ റിപ്ലൈ ഇടാനായിട്ട് എനിക്കൊന്നും സാധിച്ചിട്ട് എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിപ്പോയി. എല്ലാ കമൻസും വായിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സ്, അതായത് സാരിയുടെ കളറ്, അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാരിയുടെ കളറിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ സാറ്റിനെ കൊച്ചിന് തന്നെയാണ്. ഞാനൊരു ബ്ലൂ സാരിയായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് ഉടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സാറ്റിനെ കൊച്ച് സമ്മതിച്ചില്ല. അത് വേണ്ട, നമുക്ക് ബർഗണ്ടി കളറ് എടുക്കാം മമ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും പോയിട്ട് ബർഗണ്ടി കളറുള്ള സാരി എടുത്ത്, ഈ ബ്ലൂ സാരീൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലൗസൊക്കെ തയ്പ്പിച്ചിട്ടില്ല, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ തയ്പ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ക്രെഡിറ്റ് സാറ്റിനെ കൊച്ചിനാണ് കൊടുക്കേണ്ടത്. പിന്നെ എൻ്റെ മേക്കപ്പ് അതുപോലെ അതൊക്കെ ഏകദേശം ഞാൻ തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. ഇന്ന പോലെയൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സമ്മതത്തിന് മുടി ഇത്തിരി ലൂസായിട്ട് ഇടുമ്പോൾ കല്യാണത്തിന് ബാക്കിൽ ഇങ്ങനെ കൊണ്ട കെട്ടാം എന്നൊക്കെയുള്ള ഒരു ബൺ സ്റ്റൈൽ എടുക്കാമെന്നൊക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ പപ്പയ്ക്ക് സ്യൂട്ട് ഇടാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെയും ഞാൻ അതൊക്കെ പറഞ്ഞതാണെന്ന് തോന്നുന്നു. പപ്പയ്ക്ക് ഡ്രസ്സ് എടുത്ത് നേരത്തെ തന്നെ വെച്ച്, പക്ഷേ റിച്ചാർഡ് അവസാന സമയത്ത് റിച്ചാർഡ് സമ്മതിച്ചില്ല, വേണ്ട സ്യൂട്ട് തന്നെ ഇടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പപ്പയ്ക്ക് എന്തുകൊണ്ട് സ്യൂട്ട് എടുക്കണില്ല എന്ന് മോളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പപ്പയ്ക്ക് സ്യൂട്ട് എടുക്കണം മമ്മി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പപ്പ സമ്മതിക്കണില്ല, പപ്പയ്ക്ക് വേണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ പാൻറ്റ് ഷർട്ടൊക്കെ എടുത്ത് വെച്ചത്. പക്ഷേ ഏറ്റവും അവസാനം റിച്ചാർഡ് സമ്മതിക്കാതെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടാണ് ആ സ്യൂട്ട് എടുത്ത് കല്യാണത്തിന് അതിട്ടത്. അതിട്ടപ്പോൾ എന്തുകൊണ്ടും നന്നായി എന്ന് തന്നെയാണ് ഞങ്ങൾക്കും തോന്നിയത്. കാരണം ഒരാൾ മാത്രം സ്യൂട്ട് ഇടാതെ നിൽക്കുന്നത് എങ്ങനെയാണ് ശരിയാവണത്. അപ്പോൾ അങ്ങനെ ഏതായാലും അതുമൊക്കെ എല്ലാം ഭംഗി, എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളും പള്ളിയിലെ കാര്യങ്ങളും എല്ലാം ആദ്യമായിട്ട് കണ്ട കുറേ ആളുകളുണ്ടായിരുന്നു, ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ ഒന്നും അറിയില്ലാത്തത്. അപ്പോൾ നമ്മൾ ലാറ്റിൻ കാത്തലിക്കാണ്, അപ്പോൾ അതിൻ്റെ രീതിക്കാണ് കല്യാണം നടന്നത് കേട്ടോ. പിന്നെ അന്ന് മേടിച്ച അയല ഞാൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സാറ്റർഡേ ആണ് ഫ്രൈ ചെയ്തിട്ട്. നമുക്ക് കുറച്ച് കറികളൊക്കെ അങ്ങനെ ഇരിക്കണോണ്ടൊന്നും തന്നെ പാചകമില്ല. അങ്ങനെ ഇത് കാറിൻ്റെ മീതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഡെക്കറേഷൻ പൂവാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൊക്കെ 3500 രൂപക്കാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിലെ ഫ്ലവേഴ്സ് എല്ലാം ഭയങ്കര വില കൂടിയ ഫ്ലവേഴ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഒരു റോസ് പോലും ഇല്ല. റോസ് വെച്ചതായിരുന്നു നമ്മൾ മനസ്സമ്മതത്തിനാക്കിയിട്ടുണ്ടായത്. മനസ്സമ്മതം എന്ന് പറയുമ്പോൾ ചെറിയൊരിത്, അതുകൊണ്ട് ഒരു ചെറിയൊരു ഡെക്കറേഷൻ മാത്രമാണ് കാറിൽ ഈ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് 1000 രൂപയായിരുന്നു. പക്ഷേ ഇതിനകത്ത് നല്ല വില കൂടിയ ഫ്ലവേഴ്സ് മാത്രമാണ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു 3500 രൂപ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാറിൽ ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന ഈ ഒരു സെക്ഷൻ പോലെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ വന്നത്. പണ്ടെല്ലാം ഒട്ടിച്ചൊക്കെ വെക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ പറഞ്ഞൊക്കെ ദൂരെ പോകും അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എത്ര സ്പീഡിൽ കാറ് പോയാലും ഈ സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് ദൂരെ പറഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓരോ പുതിയ മെത്തേഡുകളാണ് കാണുന്നത്. പിന്നെ ഈ ആൺമക്കളെ വിവാഹം കഴിപ്പിച്ചിട്ടുള്ള അമ്മമാർ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആൺമക്കളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ വല്ലാത്ത ഒരു വേദനയാണ് മനസ്സിലുണ്ടാവുക. അത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക്. അങ്ങനത്തെ ഒരു പെയിൻ ഹൃദയത്തിലുണ്ടാകും എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാനും പ്രതീക്ഷിച്ചു, അയ്യോ അപ്പം ഞാനും ഈ ഒരു സമയത്ത് ഭയങ്കര പെയിനായിരിക്കുമോ, എനിക്ക് എന്താവും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക്
പെയിൻ ഇല്ലെന്ന് മാത്രമല്ല, നേരത്തേതിനേൽ കൂടുതൽ സന്തോഷമായിട്ടാണ് എൻ്റെ മനസ്സിപ്പോഴും നിൽക്കുന്നത്. അത്രയും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. മോനും മോളും കൂടി ഒന്നിച്ചെങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് തോന്നുക. ഏറ്റവും കൂടുതൽ ടൈം അവർ ഒന്നിച്ച് തന്നെ നിൽക്കണം, അല്ലാതെ നമ്മളുടെ കൂടി വന്ന് നിൽക്കണ്ട എന്നൊക്കെ ഞാൻ പറയും. എപ്പോഴും നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കണം, ആരുടെയും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ എന്നൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറയും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയേക്കുന്നത്. കുട്ടികൾ ഒരുമയോടെ എങ്ങനെ പോവുകയും വരെയൊക്കെ ചെയ്യണമെന്ന് നമുക്ക് വലിയ സന്തോഷം തന്നെയാണ് മനസ്സിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. താങ്ക്